ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും ഇതൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ബയോകെമിസ്ട്രിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബയോകെമിസ്ട്രിയിൽ ഈ ഒരു സിലബസ് ഉണ്ടല്ലോ, ഇപ്പം പ്രിന്റ് എടുത്ത സിലബസ് എന്റെ കയ്യിൽ കാണിക്കാനില്ല, അതുകൊണ്ടാണ് ടെക്സ്റ്റ് ബുക്കിലെ കാണിച്ചത്. ഈ സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ സിലബസിലുള്ള ഓരോ ടോപ്പിക്സും ഓരോ ക്വസ്റ്റ്യൻ ആണ്. ഞാനിപ്പോ ഫോർത്ത് സെം വരെ ആയതിൽ എനിക്ക് ശരിക്കും ഇതുപോലെ ഒന്നും മാറ്റിക്കളയാൻ നമുക്കില്ല. എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു സബ്ജക്ട് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ബയോകെമിസ്ട്രി അങ്ങനെ ഒരു സബ്ജക്റ്റ് ആണ്, നമ്മളെല്ലാം പഠിച്ചിരിക്കണം. എന്നാൽ പോലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അപ്പൊ നമുക്ക് 8 ചാപ്റ്റർ ആണ് ടോട്ടൽ ഉള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് തന്നെ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. സെക്കൻഡ് ചാപ്റ്റർ ലിപ്പിഡ്, തേർഡ് ചാപ്റ്റർ പ്രോട്ടീൻസ്. അപ്പൊ കാർബോഹൈഡ്രേറ്റ് ആയിക്കോട്ടെ, ലിപ്പിഡ് ആയിക്കോട്ടെ, പ്രോട്ടീൻ ആയിക്കോട്ടെ, ഈ 3 ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ ഉറപ്പായിട്ട് പഠിക്കേണ്ടത് ഡൈജഷൻ, അബ്സോർപ്ഷൻ ആൻഡ് മെറ്റബോളിസം. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഉറപ്പായിട്ടും ചോദിക്കാം, ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ആൻഡ് മെറ്റബോളിസം ഓഫ് പ്രോട്ടീൻ, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്, അല്ലെങ്കിൽ ലിപ്പിഡ്, ഏത് വേണമെങ്കിലും ചോദിക്കാം. സോ ഇത് 3 പഠിച്ചു വെക്കുക. ശരിക്കും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ശരിക്കും ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളൊരു പ്ലസ് വണ്ണിൽ നമ്മൾ മറ്റേ ബയോമോളിക്യൂൾസ് ചാപ്റ്റർ ഒക്കെ പഠിക്കുന്നുണ്ട്. ആ ഒരു ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ശരിക്കും ഇതിലുള്ളത്. ശരിക്കും നല്ല സിമ്പിൾ ആണ്. സോ അത് പഠിക്കാണ്ട് പോവരുത്. സിമ്പിൾ ആണെന്ന് വെച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് അങ്ങ് എഴുതും എന്ന് പറഞ്ഞിട്ട് പോവരുത്, പഠിച്ചിട്ട് തന്നെ പോണം. അടുത്തതായിട്ട് ആ ഒരു കാർബോഹൈഡ്രേറ്റ് ചാപ്റ്ററിലോട്ട് വരാം. കാർബോഹൈഡ്രേറ്റ് ചാപ്റ്ററിലെ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ആ ഒരു കാർബോഹൈഡ്രേറ്റ് ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക് ആണ് ഡയബറ്റീസ് മെലിറ്റസ്. ശരിക്കും ഡയബറ്റീസ് മെലിറ്റസ് നമുക്ക് നമ്മുടെ തേർഡ് സെം ആകുമ്പോൾ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ശരിക്കും ഇവിടെ നമ്മൾ പഠിച്ചാൽ അവിടെ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഡയബറ്റീസ് മെലിറ്റസിൽ നിന്ന് ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ്. ചോദിച്ചാൽ നിങ്ങളുടെ ഭാഗ്യം. സോ പഠിച്ചിട്ട് പോവുക. കൂടെ തന്നെ സിംറ്റംസ്, കോംപ്ലിക്കേഷൻസ്, മാനേജ്മെന്റ് ഒക്കെ തന്നെ കോംപ്ലിക്കേഷൻസ് തന്നെ എന്താ അക്യൂട്ട് കോംപ്ലിക്കേഷൻസും ഉണ്ട്, ക്രോണിക് കോംപ്ലിക്കേഷൻസും ഉണ്ട്. അത് വേർതിരിച്ച് തന്നെ പഠിച്ചിട്ട് പോവുക. പിന്നെ അടുത്തതായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഇമ്പോർട്ടന്റ് ആണ്. OGTT അഥവാ ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, പിന്നെ HbA1c, അങ്ങനത്തെ മിനി GTT, പിന്നെ പ്രഗ്നൻസി ടൈമിൽ ചെയ്യുന്ന ഗ്ലൂക്കോസ് ചലഞ്ച് ടെസ്റ്റ്, ഇതൊക്കെ പഠിച്ചിട്ട് പോവുക. എല്ലാം സിലബസിൽ കൃത്യമായിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല, പക്ഷെ പഠിച്ചിട്ട് പോകണം. നമുക്കിത് കളയാൻ പറ്റുന്ന ടോപ്പിക്സ് അല്ല, പഠിക്കുക. പിന്നെ ഹൈപ്പോഗ്ലൈസീമിയ എന്നൊരു ടോപ്പിക് കിടപ്പുണ്ട്. ജസ്റ്റ് ഡെഫിനിഷനും കോസസും മാത്രം പഠിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു 5-6 സെന്റൻസേ കാണത്തുള്ളൂ, പഠിച്ചിട്ട് പോവുക. അപ്പോഴത്തേക്ക് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് തീരും. ശരിക്കും സിമ്പിൾ ആണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ശരിക്കും നല്ല ഇമ്പോർട്ടന്റ്, നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ബയോകെമിസ്ട്രി. അടുത്തായിട്ട് ലിപ്പിഡ്സിലോട്ട് വരുന്ന സമയത്ത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അഥവാ PUFA, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ സിഗ്നിഫിക്കൻസ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ നല്ല വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഇനി പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ സിഗ്നിഫിക്കൻസ് ഒക്കെ ചോദിക്കാം. സോ അത് പഠിക്കാം. പിന്നെ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്, ഇതിനൊക്കെ എക്സാമ്പിൾ ഒക്കെ ഉണ്ട്. നമ്മുടെ ഈ omega-3 ഫാറ്റി ആസിഡ്, അതൊക്കെ ഐ തിങ്ക് പോളി അൺസാച്ചുറേറ്റഡിലാണെന്ന് തോന്നുന്നു വരുന്നത്. അതൊക്കെ പഠിച്ചിട്ട് പോവുക. ശരിക്കും omega-3 ഫാറ്റി ആസിഡ് അതൊക്കെ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, പഠിച്ചിട്ട് തന്നെ പോവുക. ട്രാൻസ് ഫാറ്റി ആസിഡ് എല്ലാം പഠിക്കുക. അടുത്തായിട്ട് കോമ്പൗണ്ട്സ് ഫോംഡ് ഫ്രം കൊളസ്ട്രോൾ, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഒരു പദസൂര്യനൊക്കെ പോലെ. അപ്പൊ ഏതൊക്കെയാ കോമ്പൗണ്ട്സ് എന്നൊക്കെ പഠിച്ചിട്ട് പോവുക. എന്താണെന്ന് വെച്ചാൽ അത് വൺ വേർഡ് ആയിട്ട് വരെ ചോദിച്ചാൽ സുഖമായിട്ട് ആൻസർ എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ കീറ്റോൺ ബോഡീസ്, അതിന്റെ നെയിംസും ടൈപ്സും മാത്രം പഠിക്കാനാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്, പഠിച്ചിട്ട് പോവുക. ലിപ്പോ പ്രോട്ടീൻസ്, അതിന്റെ ടൈപ്പും ഫംഗ്ഷനും പഠിച്ചിട്ട് പോവുക. അടുത്തായിട്ട് ലിപ്പിഡ് പ്രൊഫൈൽ, ഏതൊക്കെയാണ് ലിപ്പിഡ് പ്രൊഫൈലിൽ വരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ. അതിറോസ്ക്ലെറോസിസ്, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, എസെൻഷ്യൽ ഫാറ്റി ആസിഡ്, ട്രാൻസ് ഫാറ്റി ആസിഡ്. പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഡൈജഷൻ, അബ്സോർപ്ഷൻ ആൻഡ് മെറ്റബോളിസം. ലിപ്പോ പ്രോട്ടീൻസും പഠിച്ചിട്ട് പോവുക. മസ്റ്റ് ആയിട്ടും സ്കിപ്പ് ചെയ്യരുത്. അടുത്തായിട്ട് നമ്മൾ പ്രോട്ടീൻസിലോട്ട് പോകുന്ന സമയത്ത് അവിടെ ഈ പറയുന്ന പോലെ ഡൈജഷൻ, അബ്സോർപ്ഷൻ ആൻഡ് മെറ്റബോളിസം പഠിക്കുക. അടുത്തതായിട്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അമിനോ ആസിഡ് പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു ഹെഡിങ് വെച്ചിട്ട് തന്നെ പഠിക്കുക. ഇപ്പം എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ഉണ്ട്, സെമി എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ഉണ്ട്, നോൺ എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ഉണ്ട്. ഇതിലൊരു 8-9 എണ്ണം വെച്ചിട്ടൊക്കെ വരുന്നുണ്ട്. സോ അതിന്റെ പേരും കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവുക. അവിടെ ചെന്നിരുന്നിട്ട്
മറന്നു പോവാതിരിക്കാൻ നിങ്ങൾ വേണമെങ്കിൽ കോഡൊക്കെ ഉണ്ടാക്കി പഠിക്കുക. സോ അത് പഠിച്ചിട്ട് പോകണം. ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തായിട്ട് ബയോളജിക്കലി ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ് സിന്തസൈസ്ഡ് ഫ്രം വേരിയസ് അമിനോ ആസിഡ്സ്. അതിന്റെ നെയിം മാത്രം പഠിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് ഇതുപോലെ ഒരു പദസൂര്യൻ തന്നു തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഗ്ലൈസീൻ ആണെങ്കിൽ ഗ്ലൈസീനിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ട് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ ബൈൽ ആസിഡ്, പ്യൂരിൻസ്, ഹീം, സെറിൻ, ഗ്ലൂട്ടാത്തയോൺ, ക്രിയാറ്റിൻ, ഹിപ്യൂറിക് ആസിഡ്. അപ്പൊ ഇത് പഠിച്ചിട്ട് പോവാ. കുറെ ഉണ്ട് ഇങ്ങനെ. ഗ്ലൈസീനിൽ നിന്നുള്ളതുണ്ട്, ഫിനൈലലാനിൻ നിന്നുള്ളതുണ്ട്, ട്രിപ്റ്റോഫാനിൽ നിന്നുള്ളതുണ്ട്. അപ്പൊ ഇത് പേര് മാത്രം പഠിച്ചിട്ട് പോവാ. സുഖമായിട്ട് നമുക്ക് ആൻസർ എഴുതാൻ പറ്റിയ ഒരു MCQ ആയിട്ട് ചോദിക്കാം. അടുത്തതായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇൻബോൺ എറേഴ്സ്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഇൻബോൺ എറേഴ്സ് ഓഫ് അമിനോ ആസിഡ് മെറ്റബോളിസം. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് ആ ഒരു ഡിസോർഡേഴ്സ് എന്നുള്ളത്. ഫിനൈൽ കീറ്റോനൂറിയ, തൈറോസീമിയ ടൈപ്പ് 1, തൈറോസിനീമിയ ടൈപ്പ് 2, ആൽക്കപ്റ്റോനൂറിയ, ആൽബിനിസം. 5 എണ്ണേ ഉള്ളൂ. പഠിച്ചിട്ട് പോവുക. ഏത് എൻസൈം ആണ് അതിന്റെ, ഏത് എൻസൈം ഡെഫിഷ്യന്റ് ആയതുകൊണ്ടാണ് അത് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോവുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് പ്ലാസ്മ പ്രോട്ടീൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ആൽബുമിനും ഗ്ലോബുലിനും കൂടെയുള്ള റേഷ്യോ ഉണ്ട്, അത് പഠിച്ചിട്ട് പോവുക. ഫങ്ഷൻസ് ഓഫ് പ്ലാസ്മ ആൽബുമിൻ പഠിച്ചിട്ട് പോവുക. ഫങ്ഷൻസ് ഓഫ് ഗ്ലോബുലിനും പഠിച്ചിട്ട് പോകണം. ശരിക്കും നിങ്ങൾക്ക് ഞാനിങ്ങനെ പറയുമ്പോൾ തോന്നുന്നു ഇതിപ്പോ എല്ലാം പഠിക്കണമെന്നാണല്ലോ പറയുന്നത്. ശരിക്കും എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ഓരോന്നും ഓരോരോ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് ഇലക്ട്രോഫോറസിസ്. ഇലക്ട്രോഫോറസിസ് ഞങ്ങളുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ശരിക്കും ഇലക്ട്രോഫോറസിസ് ഞാൻ സെഷണൽ എക്സാമിന് നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് ഉത്തരം എഴുതിയ ഒരു ആൻസർ ആയിരുന്നു. പക്ഷെ എനിക്കാണെങ്കിൽ മെയിൻ എക്സാമിന്റെ സമയത്ത് എനിക്ക് എല്ലാം നോക്കിയിട്ട് പോകാൻ പറ്റിയില്ല. എനിക്ക് ബയോകെമിസ്ട്രി ജസ്റ്റ് വായിച്ചു നോക്കാൻ ഉണ്ടായിരുന്നു, 2 ചാപ്റ്റർ ബാക്കി ഉണ്ടായിരുന്നു. അതിലകത്തൊരു ടോപ്പിക് ആയിരുന്നു ഈ ഇലക്ട്രോഫോറസിസ്. ഞാൻ ശരിക്കും സെഷണൽ എക്സാമിന് നന്നായിട്ട് എഴുതിയ ഉത്തരമായിട്ട് കൂടി എനിക്ക് സത്യം പറഞ്ഞാൽ വായിച്ചു നോക്കാത്തതുകൊണ്ട് കുറെയൊക്കെ ഞാൻ മറന്നുപോയി. എനിക്ക് നന്നായിട്ടൊന്നും എഴുതാൻ പറ്റിയില്ല. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. പഠിക്കാത്തൊരു ക്വസ്റ്റ്യൻ വന്ന് എഴുതാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ പഠിക്കാത്തോണ്ടല്ലേ. ഇത് നമ്മൾ പഠിച്ചതായിരുന്നു, നന്നായിട്ട് എഴുതിയതായിരുന്നു, ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയുകയും ചെയ്യാം. എന്നിട്ടും വായിക്കാണ്ട് പോയത് കൊണ്ട് എഴുതാൻ പറ്റാത്തതിൽ ആർക്കായാലും ഒരു വിഷമം വരും. സോ അങ്ങനെ വിഷമിച്ച ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പഠിച്ചിട്ട് പോകണം. ഇതാണ് ഈ ഡയഗ്രം ഉണ്ട്, ഈ ഡയഗ്രം വരയ്ക്കണം. എനിക്ക് വായിച്ചിട്ട് നോക്കാതും ഒന്നും പോവാത്തോണ്ട് തന്നെ എനിക്ക് ഡയഗ്രം ഒന്നും ഓർമ്മ പോലും ഇല്ലായിരുന്നു. ഡയഗ്രം ഉണ്ടെന്ന് അറിയാം, പക്ഷെ എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോവാ. 2 ടൈപ്പ് ഉണ്ട്, നോർമൽ ഉണ്ട്, അബ്നോർമൽ ഉണ്ട്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഞങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത ചാപ്റ്റർ ആണ് ക്ലിനിക്കൽ എൻസൈമോളജി. ക്ലിനിക്കൽ എൻസൈമോളജിയിൽ ഐസോ എൻസൈമിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ ഐസോ എൻസൈംസ് എന്താണ്, അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് പഠിച്ചിട്ട് പോവുക. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തായിട്ട് ഓരോരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഐസോ എൻസൈംസിന്റെ, അല്ലെ ഏതൊക്കെ എൻസൈംസ് ആണോ അതിന്റെ ഡയഗ്നോസ്റ്റിക് ഇമ്പോർട്ടൻസ്. ഇപ്പൊ ഒരു ലിവർ ഡിസീസ് കണ്ടുപിടിക്കാൻ അതിന്റെ ഡയഗ്നോസിസിൽ ചില എൻസൈംസിന് നല്ലൊരു റോൾ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് പഠിച്ചിട്ട് പോവുക. ലിവർ ഡിസീസ് കൊടുത്തിട്ടുണ്ട് സിലബസിൽ, മയോകാർഡിയൽ ഇൻഫാക്ഷൻ, മസിൽ ഡിസീസസ്, ബോൺ ഡിസീസസ്, പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ഇതിൽ ഒന്നും വിടാനില്ല, ഏത് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ഇടുന്നവർക്ക് ഇഷ്ടമുള്ള പോലെ ചോദിക്കാം. ലിവർ ഡിസീസും MI ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിട്ട് തന്നെ പോവുക. ശരിക്കും സിമ്പിൾ ആണ്, ജസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ട് ഒന്ന് പഠിച്ചു വെക്കുക നന്നായിട്ട്. കുഴപ്പമില്ലാതെ സ്കോർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ അതാ ഉള്ളു, പക്ഷെ അത് പഠിക്കണം. അടുത്തായിട്ട് ആസിഡ് ബേസ് മെയിൻ്റെനൻസ് ആണ്. pH എന്താണെന്നും pH ന്റെ ഡെഫിനിഷനും നോർമൽ വാല്യൂവും പഠിച്ചിട്ട് പോവുക. കൂടെ തന്നെ എങ്ങനെയാണ് ബ്ലഡ് pH റെഗുലേഷൻ, pH ന്റെ റെഗുലേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അത് തന്നെ ബ്ലഡ് ബഫർ ഉണ്ട്, റെസ്പിറേറ്ററി ഉണ്ട്, റീനൽ ഉണ്ട്, അതും പഠിച്ചിട്ട് പോകും. മനസ്സിലാക്കി പഠിക്കുക എല്ലാം, അതാണ് ഇതിലൊക്കെ ഉള്ള ഒരു ഇമ്പോർട്ടന്റ്. പിന്നെ ABG യുടെ നോർമൽ വാല്യൂസ് അതും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, പഠിച്ചിട്ട് പോവുക. ഇപ്പൊ ബൈകാർബണേറ്റ് ലെവൽ ആണെങ്കിലും കാർബോഹൈഡ്രേറ്റ് ലെവൽ ആണെങ്കിലും ഒക്കെ എങ്ങനെയാണ്, നോർമൽ എത്രയാണ്, ഏത് കൂടിയാലും pH കൂടുമ്പോൾ അസിഡോസിസ് വരുമോ ആൽക്കലോസിസ് വരുമോ അങ്ങനത്തെ കാര്യങ്ങൾ. അതിൽ തന്നെ റെസ്പിറേറ്ററി ഏതാണ്, മെറ്റബോളിസിസ് ഏത് വരുമ്പോൾ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. പിന്നെ ആസിഡ് ബേസ് ഡിസോർഡേഴ്സ്, അതാണ് ഞാനിപ്പോ പറഞ്ഞത്, എല്ലാം പഠിക്കുക. എങ്ങനെ വരുന്നു കോസസ് പഠിക്കുക. അടുത്ത ഹീം കാറ്റബോളിസം, അതിൽ 2 കാര്യങ്ങളെ സിലബസിൽ തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഹീം ഡിഗ്രഡേഷൻ പാത്വേ പഠിക്കുക. കുറച്ച് പാടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ പഠിക്കാനായിട്ട് പറ്റും. അടുത്ത ജോണ്ടിസും ഇമ്പോർട്ടന്റ് ആണ്. ജോണ്ടിസിന്റെ ടൈപ്സും കോസസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ, വാൻഡൻബർഗ് ടെസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ ചോദിക്കാം വാൻഡൻബർഗ് ടെസ്റ്റ് ഏത് അസുഖത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ സോ അതൊക്കെ നോക്കിയിട്ട് പോവുക. അടുത്ത ചാപ്റ്റർ ഓർഗൻ ഫംഗ്ഷൻ ടെസ്റ്റ് ആണ്. ഇതിൽ റീനൽ, RFT ഉണ്ട്, LFT ഉണ്ട്,
തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റും ഉണ്ട്. സോ അത് 3ഉം പഠിച്ചിട്ട് പോവുക. അതിനകത്ത് ഏതൊക്കെ കമ്പോണൻസ് ആണ് വരുന്നത്, അതിന്റെ ഏകദേശം വാല്യൂ ഒക്കെ നോക്കിക്കൊണ്ട് പോവുക. അടുത്ത ഇമ്മ്യൂണോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഇമ്മ്യൂണോഗ്ലോബുലിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനും പഠിക്കണം. ഹെവി ചെയിൻ ഉണ്ട്, ലൈറ്റ് ചെയിൻ ഉണ്ട്, അതൊക്കെ പഠിച്ചിട്ട് പോവുക. അടുത്ത ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് എലൈസ. എലൈസ നമ്മുടെ എയ്ഡ്സ് ഒക്കെ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ആണ്. അപ്പം എലൈസ അതെങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയാണ് നടത്തുന്നത്, ഇൻവെസ്റ്റിഗേഷനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, ഇതും പഠിച്ചിട്ട് പോവാം. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ സീരിയസ്ലി നമ്മുടെ ബയോകെമിസ്ട്രി തീരും. ഞാനിപ്പോ പറയുമ്പം ഓക്കെ എനിക്ക് പഠിച്ചോണ്ട് സിമ്പിൾ ആയിട്ട് ഞാനങ്ങ് പറഞ്ഞു, പക്ഷെ ആദ്യമായിട്ട് പഠിക്കാതിരിക്കുന്ന ഒരാൾക്കാണ് ബുദ്ധിമുട്ട് വരും. എന്നാൽ പോലും നിങ്ങളൊന്ന് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ പഠിച്ചാൽ ശരിക്കും ബയോകെമിസ്ട്രി നല്ലതാണ്. നമുക്ക് പ്ലസ് വണ്ണിലൊക്കെ ബയോമോളിക്യൂൾസ് പഠിച്ചൊക്കെ ഒരു ബേസ് ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് പഠിച്ചെടുക്കാം. ശരിക്കും ആദ്യത്തെ ആ ഒരു കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീൻ, ഈ 3 ചാപ്റ്റർ വളരെ സിമ്പിൾ ആണ്. ഒന്നുമില്ല അതിനകത്ത്. നമ്മൾ പണ്ട് തൊട്ട് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ ഇതാണ് എനിക്ക് ബയോകെമിസ്ട്രിയെ പറ്റി പറയാനുള്ളത്. ശരിക്കും ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഞാൻ പറഞ്ഞ പോലെ തന്നെ സിലബസിലുള്ള ഓരോ ടോപ്പിക്കും ഓരോ ക്വസ്റ്റ്യൻസ് ആണ്, നമുക്കൊന്നും കളയാനില്ല. സോ ബയോകെമിസ്ട്രി പഠിച്ചാൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ആ ഒരു ഇത് മിസ്സാക്കല്ല്. എന്റെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവരുത്. പഠിച്ചിട്ട് പോയി നോക്കാണ്ട് പോയിട്ട് മറന്നു പോകുന്ന അവസ്ഥയൊന്നും വരല്ലേ. ന്യൂട്രീഷൻ പിന്നെയും നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതുമായിരിക്കും, പക്ഷെ ബയോകെമിസ്ട്രി പഠിക്കാണ്ട് പോയാലോ നോക്കാണ്ട് പോയാലോ എഴുതാൻ പറ്റത്തില്ല. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയില്ലോ എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. കൂടെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും കൂടെ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.